UDF സർക്കാർ പ്രഖ്യാപിച്ച വയോജന ക്ഷേമ വകുപ്പിന് നാഥനില്ല. പ്രഖ്യാപനം കഴിഞ്ഞ് 1.5 മാസമായിട്ടും സംസ്ഥാനത്തെ വയോജന വകുപ്പിന് മന്ത്രിയില്ല. വകുപ്പിന് മന്ത്രിയില്ലാത്തതിനാൽ നയപരമായ തീരുമാനങ്ങളും പുതിയ പദ്ധതിയുടെ പ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങൾ തൃശങ്കുവിൽ തന്നെ. അത് തീരുമാനമെടുത്തിട്ടുണ്ട്. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ പോവുക. ഒരു സമൂഹം പരിഷ്കൃതമാണോ അല്ലയോ എന്ന് പരിശോധിക്കാനുള്ള ഒരു അളവുകോൽ ആ സമൂഹത്തിലെ മുതിർന്ന ആളുകളോട് എങ്ങനെ പെരുമാറുന്നു എന്നതാണ്. ഇപ്പം നമുക്ക് കേരളം സിവിലൈസ്ഡ് സൊസൈറ്റിയാണ്, പരിഷ്കൃത സമൂഹമാണെന്ന് ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയണമെങ്കിൽ ഒരു വകുപ്പ് രൂപീകരിച്ച് അവിടെ കുറേ സെക്രട്ടറിയും ഉദ്യോഗസ്ഥരും വയ്ക്കുന്ന അല്ല അതിൻ്റെ ഉദ്ദേശം. വലിയ ലക്ഷ്യങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. സ്വപ്നതുല്യമായ കാര്യങ്ങൾ ഈ വയോജന വകുപ്പ് രൂപീകരിച്ചതിൻ്റെ പുറകിലുണ്ട്. അത് പുറകെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടക്കും. അതിനുള്ള വിശദമായ ഒരു പഠനം തന്നെയാണ് വയോജന വകുപ്പിനെ സംബന്ധിച്ചുള്ളത്. മന്ത്രിസഭാ രൂപീകരണം കഴിഞ്ഞ ആദ്യ ക്യാബിനറ്റ് യോഗം കഴിഞ്ഞുള്ള വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വയോജന ക്ഷേമ വകുപ്പ് രൂപീകരിച്ചതിനെയും അതിന്റെ തുടർ പ്രവർത്തനങ്ങളെയും പറ്റി വിശദീകരിച്ചത്. പ്രഖ്യാപനവും വയോജന ക്ഷേമ വകുപ്പ് രൂപീകരണവും നടന്ന 1.5 മാസമായെങ്കിലും ഇനിയും മന്ത്രിയെ തീരുമാനിച്ചിട്ടില്ല. ഇന്ദിരാ ഗ്യാരണ്ടിയായി പ്രഖ്യാപിച്ച വകുപ്പ് ആർക്ക് നൽകണമെന്ന കാര്യത്തിൽ ഇതുവരെയും തീരുമാനമില്ല. വകുപ്പിന്റെ ചുമതല മറ്റാർക്കും നൽകാത്തതിനാൽ ഇപ്പോഴും മുഖ്യമന്ത്രിയാണ് ചുമതല വഹിക്കുന്നത്. ഗതാഗത മന്ത്രി CP ജോണിന് വയോജനക്ഷേമ വകുപ്പ് കൂടി നൽകുമെന്ന അഭ്യൂഹമുണ്ടായിരുന്നുവെങ്കിലും തീരുമാനമായില്ല. വകുപ്പിന് മന്ത്രിയെ നിശ്ചയിക്കാത്തതിനാൽ നയപരമായ തീരുമാനങ്ങൾ, പുതിയ പദ്ധതികളുടെ രൂപരേഖ, സെക്രട്ടേറിയറ്റ് സംവിധാനം, ജീവനക്കാരുടെ വിന്യാസം തുടങ്ങിയ വിഷയങ്ങളിലൊന്നിലും വ്യക്തത വന്നിട്ടില്ല. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പുതിയ വയോജനക്ഷേമ പദ്ധതികൾ, മുതിർന്ന പൗരന്മാരുടെ സുരക്ഷ ക്ഷേമവും ലക്ഷ്യമിട്ട പദ്ധതികൾ, വൺ കേരള കരുതൽ മിഷൻ, സിൽവർ ഇക്കോണമി നയം, കെയർ ഗീവർ പരിശീലന കോഴ്സുകൾ എന്നിവയുടെ തുടർ നടപടികളും വൈകുകയാണ്. ജനസംഖ്യയുടെ ഏകദേശം 1/5 വയോജനങ്ങളുള്ള കേരളത്തിൽ വയോജന നയം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട സാഹചര്യത്തിലാണ് പ്രത്യേക വകുപ്പ് രൂപീകരിച്ചത്. മന്ത്രിയുടെ നിയമനം വൈകുന്നത് വകുപ്പിന്റെ പ്രവർത്തനക്ഷമതയെ കാര്യമായി ബാധിച്ചു തുടങ്ങി. ജനം, തിരുവനന്തപുരം.